ലഹരി കേസിൽ സിനിമാ പ്രവർത്തകർ, പ്രത്യേകിച്ച് യുവ സിനിമാ പ്രവർത്തകർ വഴിതെറ്റുന്ന കാഴ്ച കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഷൈൻ ടോം ചാക്കോയിൽ തുടങ്ങിയ ഈ ഒരു ട്രെൻഡ് ഇപ്പോഴത്തെ പല യുവാക്കളും ചെയ്തു വരുന്നുണ്ട് എന്നതാണ് സത്യം. അതിന് ഉദാഹരണമായി അടുത്ത കാലത്തായി ഒരു മേക്കപ്പ് മാനെ പോലീസ് പിടിച്ചിരുന്നു. ഇപ്പോഴത്തെ ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ യുവതി നടന്മാരായ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ബാസിക്കുമെതിരെ മൊഴി നൽകിയിരിക്കുകയാണ്. ഇരുവർക്കും ലഹരി മരുന്ന് നൽകാറുണ്ടെന്ന് കണ്ണൂർ സ്വദേശി തസ്ലീമ സുൽത്താൻ മൊഴി നൽകിയിട്ടുണ്ട്. 2 കോടി രൂപ വിലമതിക്കുന്ന 3 കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് എക്സൈസ് സംഘം പിടികൂടിയത്. പിടിയിലായ തസ്ലീമ സുൽത്താനയ്ക്ക് സിനിമാ മേഖലയിലെ ഉന്നതരുമായി ബന്ധമെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ എസ് വിനോദ് കുമാർ പറയുന്നു. തന്റെ കയ്യിൽ നിന്ന് നേരിട്ട് ലഹരി വസ്തുക്കൾ വാങ്ങുന്ന 2 പേരുടെ വിവരങ്ങളാണ് തസ്ലീമ വെളിപ്പെടുത്തിയത്. മാത്രമല്ല, കാലങ്ങളായിട്ടുള്ള ബന്ധമാണ് ഇവരോട് 2 പേരുടെ ഉള്ളതെന്നും അതിന് ഇതുവരെ ആയിട്ട് മറ്റൊരു തരത്തിലുള്ള തടസ്സം ഉണ്ടായിട്ടില്ലെന്നും ഇവർ പറയുന്നുണ്ട്. ഇനി ഇവർക്ക് താൻ സപ്ലൈ നിർത്തിയാൽ സിനിമയ്ക്കകത്തും പുറത്തുമായി ഒരുപാട് ആളുകൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും തസ്ലീമ പറയുന്നുണ്ട്. രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം ഓമനപ്പുഴ തീരദേശ റോഡിൽ നടത്തിയ പരിശോധനയിലാണ് ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയത്. കഞ്ചാവും MDMAയും നടത്തുന്ന സംഘത്തിലെ മുഖ്യ കണ്ണിയാണ് തസ്ലീമ. കണ്ണൂർ സ്വദേശിയാണെങ്കിലും ചെന്നൈയും കൊച്ചിയുമാണ് തസ്ലീമയുടെ താവളം. ഏതാനും സിനിമകളിൽ മുഖം കാണിച്ചിട്ടുള്ള ഇവർക്ക് സിനിമാ മേഖലയിലുള്ളവരുമായി അടുത്ത ബന്ധമാണുള്ളത്. സെക്സ് റാക്കറ്റ് കേസിൽ ഒരു തവണ പിടിയിലായിട്ടുമുണ്ട്. അന്വേഷണത്തിൽ വാട്സപ്പ് സന്ദേശങ്ങളും സിനിമാ മേഖലയിലെ പ്രമുഖർ അടക്കമുള്ളവരുടെ നമ്പറുകളും വാട്സപ്പ് ചാറ്റുകളും തസ്ലീമയുടെ ഫോണിൽ കണ്ടെത്തുകയുണ്ടായി. ആലപ്പുഴ ടൂറിസം മേഖലയിൽ വിതരണം ചെയ്യുന്നതിനാണ് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത്. കെണിയൊരുക്കി 3 മാസം കാത്തിരുന്നാണ് ലഹരിക്കടത്ത് സംഘത്തിന്റെ മുഖ്യ കണ്ണിയായ തസ്ലീമ സുൽത്താനയെ എക്സൈസ് ആലപ്പുഴയിൽ എത്തിച്ചത്. ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശിയാണ് ഒപ്പം പിടിയിലായ ഫിറോസ്. ഷൈനും ശ്രീനാഥും ഉൾപ്പെടെ സിനിമാ മേഖലയിലെ പ്രമുഖരുടെ നമ്പറുകളും വാട്സപ്പ് ചാറ്റുകളും തസ്ലീമയുടെ ഫോണിൽ നിന്നും കണ്ടെത്തുകയുണ്ടായി. ഏതാനും സിനിമകളിലും തസ്ലീമ മുഖം കാണിച്ചിട്ടുണ്ട്. കണ്ണൂർ സ്വദേശിയാണെങ്കിലും ചെന്നൈയിലും കൊച്ചിയിലുമാണ് താവളം. ആലപ്പുഴ ടൂറിസം മേഖലയിൽ വിതരണം ചെയ്യുന്നതിനാണ് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത്. തസ്ലീമയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് വിധേയമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. കൊച്ചിയിൽ സ്ഥിര താമസക്കാരായ സംവിധായകന്റെയും നടിയും നർത്തകിയുമായ യുവതിയുടെയും പേരുകൾ തസ്ലീമ പറയുന്നുണ്ട്. ഇവരാണ് കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്നതിൽ പ്രധാന ആളുകളെന്നും പിടിക്കപ്പെടാതിരിക്കാൻ അഭയം നൽകുന്നത് ഈ ദമ്പതികളാണെന്നുമാണ് തസ്ലീമ പറയുന്നത്. എന്നാൽ ഇതിൽ എത്രമാത്രം സത്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രമേ അവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടുകയും തുടർന്ന് അറസ്റ്റിലേക്ക് നീങ്ങുകയും ചെയ്യുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്.